നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം പറയാം ഭിക്ഷ യാചിക്കുന്നതാണ്. അവിടെ ഒരു ചെറിയ പെൺകുട്ടിയാണല്ലോ, ഒരു ഭിക്ഷ യാചിക്കുകയാണ്. നിസാമുദ്ദീൻ ദർഗയുടെ തൊട്ട് മുൻപിലാണ് ഈ കാഴ്ച. ഒരാളിരിക്കുന്നു നോക്കിയേ, എന്തൊരു കൺട്രോളല്ലേ അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ സബ്വേ ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് നടക്കാനുള്ള പരിപാടിയാണ്. നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് കടകളുണ്ടായിരുന്നു തോന്നുന്നു, എല്ലാം ഷട്ടർ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ റോഡിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇവിടെ തെരുവ് കച്ചവടക്കാർ കൂടുതലാണ്, ഓരോ വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകളുണ്ട്. അങ്ങനെ അങ്ങോട്ട് കയറുമ്പോഴാണ് ഇടതു ഭാഗത്തു നിന്നുള്ള കച്ചവടക്കാർ നമ്മെ ക്ഷണിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മുടെ ചെരുപ്പ് വെക്കും, അവരത് സൂക്ഷിച്ചോളും, പൈസയൊന്നും കൊടുക്കണ്ട, അവിടെ നിന്ന് സാധനം മേടിച്ചാൽ മാത്രം മതി. അതൊരു കച്ചവട തന്ത്രമായിട്ട് തോന്നി. എന്തായാലും കൊള്ളാം. നമ്മളത് ഒന്നും പറയാതെ നേരെ നടന്നു. ഇവിടെയുള്ള ഗല്ലികളിലൂടെ എങ്ങനെ നടന്നാലേ നല്ല വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഇതേണ്ടേ പൂച്ച സാറ് കുടുങ്ങി കിടക്കുന്നുണ്ടോ. അങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോണൊന്ന് ചാർജ് ചെയ്യണം, അതിനൊരു കട കണ്ടുപിടിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ അവിടെ നിന്ന് കണ്ട കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ. അവിടെ ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരാൾ ഇരിക്കുന്നുണ്ടോ. അയാൾക്ക് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എന്നാലും ഭിക്ഷ യാചിക്കുകയാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിറങ്ങുന്ന ആളുകളാണ് ഈ ചുറ്റുമുള്ളത്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം തോന്നിയപ്പോൾ എല്ലാവരും പറഞ്ഞത് കരീംസിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ നല്ലതായിരിക്കും എന്നാണ്. പക്ഷേ അതിന് സമയമില്ല, കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. അങ്ങനെ കുറച്ചുകൂടി ആ ഗല്ലികൾ കൂടെ നടന്നു. നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെയുള്ള ഗല്ലികൾ കൂടെ നടക്കാൻ. ഇവിടെ ജീവിക്കുന്നവർക്ക് ഈ ഭംഗി ഉണ്ടോ എന്നറിയില്ല, പക്ഷേ നമുക്കൊരു പ്രത്യേക, നമ്മുടെ നാടുകളിൽ ഇത്ര പോലെയുള്ള ഗല്ലികൾ കുറവാണ്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ കിട്ടും ഇങ്ങനെ നടക്കുമ്പോൾ. നമ്മുടെ മുട്ടായി തെരുവിലൊക്കെ ചെറിയ കടകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഈ ഒരു ഫീൽ കിട്ടാറുണ്ട്. പക്ഷേ അതുപോലെയല്ലത്. ഇവിടെ കടകളില്ല, രണ്ട് ഭാഗവും ഷട്ടർ ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വീടുകളാണ്.